മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. പ്രഭാഷണങ്ങളും സംവാദങ്ങളും കൊണ്ട് സമ്പന്നമായ വേദികളിൽ ആസ്വാദകരുടെ നിറഞ്ഞ പങ്കാളിത്തമാണ്. അമൽ തേനമ്പറമ്പിൽ വിശേഷങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. നമ്മുടെ അക്ഷര മാമാങ്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ദിവസമായി ഇന്ന് എന്തൊക്കെ പരിപാടികളാണ് ഏറ്റവും ശ്രദ്ധേയമായത്? എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? മോത്തി ഇന്നലെ ഇവിടെ വന്ന് പോയപ്പോൾ കണ്ട കാര്യം അധികം ഇന്ന് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇന്നും ഇവിടേക്ക് എത്തുക. എന്തായാലും ഇന്നും ഈ പറയുന്ന സംവാദങ്ങൾ, അതോടൊപ്പം തന്നെ പ്രഭാഷണങ്ങൾ എല്ലാം നിരവധിയുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികൾ നിശാഗതിയിലും സംഘടിപ്പിക്കപ്പെടും. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനുകൾ പറഞ്ഞു പോവുകയാണെങ്കിൽ കെ ജയകുമാർ, നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയ ജയകുമാർ സാറിൻ്റെ ഒരു സെഷനോട് കൂടിയാണ് ഇന്നത്തെ സെഷനുകൾ ആരംഭിക്കുന്നത്. ജീവിതത്തിൻ്റെ സംഗീതം, അദ്ദേഹം ഒരു കവി കൂടിയാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിലൂടെയുള്ള ആദ്യ സംവാദം. അതിനുശേഷം കെ സച്ചിദാനന്ദനുണ്ട്. വരൂ ഈ തെരുവുകളിലെ രക്തം കാണൂ എന്നുള്ളതാണ് സെഷൻ്റെ പേര്. അങ്ങനെ സ്ത്രീകൾ നിർമ്മിച്ച കേരളം എന്ന് പറയുന്ന, എല്ലാവരും ശ്രദ്ധിക്കുന്ന, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സെഷനുണ്ട്. ആ സെഷനിൽ പങ്കെടുക്കുന്നത് സാറാ ജോസഫ്, കെ കെ ശൈലജ അടക്കമുള്ളവരാണ്. ഇതെല്ലാം മാതൃഭൂമി ഹോളിലും അതോടൊപ്പം തന്നെ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വേദികളിലുമൊക്കെയായി ഇങ്ങനെ നിരവധി സെഷനുകൾ നടക്കുന്നു. വൈകുന്നേരം എല്ലാവരും കാത്തിരിക്കുന്ന കലാപരിപാടികളുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ശിവമണി ഇവിടേക്ക് എത്തി സംഗീത വിസ്മയം തീർക്കാൻ എത്തുന്നു എന്നുള്ളതാണ്. ഒരു അക്ഷരോത്സവം എന്നതിനപ്പുറത്തേക്ക് ഒരു സാംസ്കാരിക പരിപാടിയായി കൂടി, അല്ലെങ്കിൽ ഒരു കലാ മാമാങ്കമായി കൂടി ഈ വേദി മാറുകയാണ്. നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസം എത്തിയതിനേക്കാളൊക്കെ കൂടി മാതൃഭൂമിയുടെ അഞ്ചാമത്തെ അക്ഷരോത്സവത്തിൻ്റെ 5ാമത്തെ പതിപ്പാണ്. ഈ കഴിഞ്ഞ 4 പതിപ്പുകളിലും വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അതിലേക്ക് ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയോളം ആളുകൾ ഇത്തവണ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. 10 മണി മുതലാണ് സെഷനുകൾ ആരംഭിക്കുന്നത്. അതിനുശേഷം വൈകുന്നേരം 7 മണി വരെ സെഷനുകൾ തുടരും. അങ്ങനെ ഈ സംവാദങ്ങളും പ്രഭാഷണങ്ങളും എല്ലാം അവസാനിച്ച ശേഷമായിരിക്കും പിന്നീട് നിശാഗന്ധിയിൽ ശിവമണിയുടെ പരിപാടി നടക്കുക. അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നമാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മാതൃഭൂമിയുടെ പുസ്തകങ്ങൾ, വലിയ പുസ്തകങ്ങളുടെ വലിയൊരു നിര. ലോകോത്തര സാഹിത്യകാരന്മാർ പലരും ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരൊക്കെ അടുത്തറിയാനും അവർക്ക് എഴുതിയ പുസ്തകങ്ങൾ അവരുടെ കയ്യിൽ നിന്നും ഒപ്പിട്ട് വാങ്ങാനും ഒക്കെ നിരവധി ആളുകളാണ് വലിപ്പച്ചെറുപ്പമില്ലാതെ ഇവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ എന്തായാലും പരിപാടികൾക്ക് മുന്നോടിയായി, ഈ സെഷനുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ചില കലാപരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലായി ഇത്തരം പരിപാടികൾ നടക്കുന്നു. എന്തായാലും ആളുകളുടെ വലിയ ഒഴുക്ക് ഇത്തവണ എന്തായാലും കനകക്കുന്നിലേക്കുണ്ട്. മോത്തി. ശരി അമൽ,